നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നിതീഷ് കുമാർ റെഡ്ഡി, ഇന്നത്തെ ടീം ഇന്ത്യയുടെ ഹീറോ അവൻ തന്നെയാണ്. 80,000-ലധികം കാണികളുടെ മുന്നിൽ മിന്നും പ്രകടനം നടത്തുക, ടീം തകർന്നിടത്തു നിന്ന് രക്ഷപ്പെടുത്തുക. ഇപ്പോൾ മഴ പെയ്ത് ഇന്നത്തെ കളി നേരത്തെ നിർത്തി. 358 റൺസാണ് ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡി 105 റൺസുമായിട്ട് പുറത്താകാതെ ക്രീസിൽ നിൽക്കുന്നു. നോക്കുക, 161-6 എന്ന രൂപത്തിലാണ് ഇന്ത്യൻ സ്കോർ ഉണ്ടായിരുന്ന അവൻ ക്രീസിലേക്ക് എത്തുമ്പോൾ. MCGയിലാണ് കളി. സീരീസ് ഓൺ ദി ലൈനിലാണ്. എങ്ങോട്ടും വീഴാം. ഇന്ത്യ തോറ്റാ പണി കിട്ടുന്ന മത്സരമാണ്. WTC ഫൈനലും ഓൺ ദി ലൈനിലാണ്. സോ നിതീഷ് ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ തയ്യാറെടുക്കുന്നു. മനോഹരമായ സെഞ്ചുറി അവൻ നേടുന്നു. അതും ആരെയൊക്കെ സാക്ഷി നിർത്തി? അവൻ്റെ കുടുംബത്തെ, അവൻ്റെ പിതാവ് വിശാഖപട്ടണത്ത് നിന്ന് ഈ ഒരു രംഗം കാണാൻ വേണ്ടി പറന്നെത്തിയ പിതാവിനെ നിരാശപ്പെടുത്താതെ അവൻ സെഞ്ചുറിയിലേക്ക് കുതിക്കുന്ന കാഴ്ച. ആ പിതാവിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ടതുണ്ട്. ആ കഥ നമുക്ക് പറയാം. 8ാം നമ്പറിൽ ഇറങ്ങി ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് 100 നേടുക. നിതീഷ് കുമാർ റെഡ്ഡി ഈസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ടു സ്കോർ 100 ഇൻ ഓസ്ട്രേലിയ വൈൽ ബാറ്റിംഗ് അറ്റ് 8. 8ാം നമ്പറിലിറങ്ങി ഓസ്ട്രേലിയയിൽ പോയി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് നിതീഷ് കുമാർ റെഡ്ഡി എന്ന കാര്യം കൂടി നിങ്ങൾ അറിയുക. ഇനിയും ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന 3ാമത്തെ പ്രായം കുറഞ്ഞ താരം ഓസ്ട്രേലിയയിൽ പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ 3ാമത്തെ താരം. 1ാമത്തെ ആൾ സച്ചിൻ ടെണ്ടുൽക്കറാണ്. 18 വയസ്സും 253 ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ സെഞ്ചുറി വന്നത്. ഋഷഭ് പന്ത് 2ാമത്തെ ആൾ 21 വയസ്സും 91 ദിവസവും ഉള്ളപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി. എങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി 21 വയസ്സും 214 ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഈ ഒരു സെഞ്ചുറി നേടുന്നത്. നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ പിതാവും സഹോദരനും സാക്ഷി നിൽക്കെയാണ് ഈ ഒരു പ്രകടനം നടത്തുന്നത്. പിതാവ് അതിനെക്കുറിച്ച് പറയുന്നു, ഇറ്റ്സ് എ സ്പെഷ്യൽ മൊമെൻറ്റ് ഫോർ അവർ ഫാമിലി, ഫസ്റ്റ് 100. ഗിൽക്രിസ്റ്റിനോട് അദ്ദേഹം പ്രതികരിച്ചില്ലേ? അതിലെല്ലാം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സാക്രിഫൈസൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഇപ്പം ഈ ഓസ്ട്രേലിയയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് ഈ സീരീസിൽ അടിച്ചവരുടെ ലിസ്റ്റിൽ തലപ്പത്ത് നിതീഷ് കുമാർ റെഡ്ഡി. പെർത്തിൽ 38 റൺസ് നോട്ട് ഔട്ട്. പെർത്തിൽ 2ാം ഇന്നിങ്സിൽ 41, അഡലൈഡിലെ ആദ്യ ഇന്നിങ്സിൽ 42, 2ാം ഇന്നിങ്സിൽ 42, ഈ മത്സരത്തിൽ 105. സോ നിതീഷ് ചെറുത്ത് നിൽക്കുന്നു മൈറ്റി ഓസീസിനെതിരെ എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥയിലേക്കൊന്ന് വരാം. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഹീറോ എന്ന കാര്യം കൂടി അറിയുക. നിതീഷ് കുമാർ റെഡ്ഡിയുടെ പിതാവ് മുത്യാല റെഡ്ഡി, അദ്ദേഹം ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. തൻ്റെ പയ്യൻ്റെ ക്രിക്കറ്റ് പ്രേമം വളർത്തിയെടുത്ത് ഇന്ത്യക്ക് വേണ്ടി മിന്നും പ്രകടനം നടത്തുന്ന ക്രിക്കറ്ററാക്കി അവനെ വളർത്തിയെടുക്കാൻ. നിതീഷ് കുമാർ റെഡ്ഡിയുടെ ചൈൽഡ്ഹുഡ് കോച്ച് കുമാർ സ്വാമി വളരെ കൃത്യമായിട്ട് ഈ നിതീഷ് കുമാറിന് 6ാം വയസ്സ് മുതൽ അറിയുന്നയാളാണ്. അപ്പം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഹീറോ അവൻ്റെ പിതാവാണ്, മുത്യാല റെഡ്ഡിയാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഹീറോ ഉണ്ടാകും, അതൊരു പക്ഷേ സിനിമയിൽ നിന്നുള്ള ഹീറോ ആയിരിക്കും. പക്ഷേ ഇവിടെ നിതീഷിൻ്റെ കഥയിലെ ഹീറോ ഇറ്റ് ഈസ് മുത്യാല അദ്ദേഹമാണ്. മുത്യാല റെഡ്ഡിയാണ് നിതീഷിൻ്റെ കഥയിലെ ഹീറോ. അവൻ്റെ ഫാദറിൻ്റെ ഹാർഡ് വർക്ക് അതാണ് നിതീഷിനെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്ന രൂപത്തിലേക്ക് ഫ്യൂൽ ചെയ്തെടുത്തത്. പിതാവ് കടന്നുപോയ എല്ലാ ദുരനുഭവങ്ങളും അവൻ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി വലിയ രൂപത്തിലുള്ള ക്രിറ്റിസിസം അവൻ്റെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് പിതാവിനെ ഏറ്റുവാങ്ങേണ്ടി വന്നു. ജോലി ഒഴിവാക്കി മകനു വേണ്ടി ഇങ്ങനെ ക്രിക്കറ്റുമായിട്ട് നടക്കുന്നതിൽ സമയം നഷ്ടപ്പെടുത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ സ്വന്തം ഫാമിലിയിൽ നേരിടേണ്ടി വന്നു. പക്ഷേ അവൻ്റെ പിതാവ് ഒരിക്കലും ആ ഒരു പ്രതീക്ഷ കൈവിടാൻ തയ്യാറായിരുന്നില്ല. 21 വയസ്സിൽ അവൻ മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ച തീർച്ചയായിട്ടും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നുണ്ടാവും. ഏതായാലും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറാൻ പോവുകയാണ് പെർത്തിൽ എന്ന് അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്ന് അവൻ്റെ പിതാവ് പറയുന്നുണ്ട്. ആ വാക്കുകൾ കൂടി നോക്കുക. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടെസ്റ്റ് മാച്ച് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോവുകയാണെന്ന്. എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്കറിയുമായിരുന്നില്ല.
ഞങ്ങൾ ഇത് എക്സ്പെക്റ്റ് ചെയ്യുകയായിരുന്നു, പക്ഷേ ഇത് ഇത്ര പെട്ടെന്ന് സംഭവിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞാനോ നിതീഷോ ഇത്ര പെട്ടെന്ന് ഈ ഒരു കോൾ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ഞാനൊരു ഷോക്കിലായിരുന്നു എന്ന് മുത്യാല റെഡ്ഡി ഓർമ്മിക്കുന്നു. ഞാൻ വീണ്ടും അവനെ വിളിച്ച്, നീ സത്യം തന്നെ അല്ലേ പറയുന്നത്, നീ ഉള്ള കാര്യം തന്നെയല്ലേ പറയുന്നത് എന്ന് കൺഫേം ചെയ്യുകയുണ്ടായി. നിതീഷ് കുമാർ BCCI TV പറഞ്ഞ കാര്യം കൂടി നോക്കി. ടു ബി ഓണസ്റ്റ്, ഞാൻ തുടക്കത്തിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അത്ര സീരിയസ് ആയിരുന്നില്ല. എൻ്റെ പിതാവ് ജോലിയൊക്കെ കളഞ്ഞ് എന്നെ ക്രിക്കറ്റിൽ സഹായിക്കുകയായിരുന്നു. ഒരുപാട് സാക്രിഫൈസ് എൻ്റെ കഥയ്ക്ക് പിന്നിലുണ്ട്. ഒരു ദിവസം ഞാൻ അദ്ദേഹം കരയുന്നത് കണ്ടു. ഞങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് കാരണം അദ്ദേഹം കരയുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് തീർച്ചയായിട്ടും ഞാൻ തീരുമാനിച്ചു, ഇനി ഇങ്ങനെ പോയാൽ പോരാ എന്ന്. ദെൻ ഐ ഗോട്ട് സീരിയസ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ജേഴ്സി അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ഒരു ഹാപ്പിനെസ് കാണണമായിരുന്നു. പിന്നീട് വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കുക, അവരിപ്പോഴും വിശാഖപട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ മധുരവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് റെൻറ്റഡ് ഹൗസിലാണുള്ളത്. അദ്ദേഹത്തിന് IPL ഇടം ലഭിക്കുന്നു. 6 കോടി രൂപ അദ്ദേഹത്തിന് ലഭിക്കുന്നു. അപ്പം ഈ ഒരു സമയത്ത് കുറച്ച് ഫ്രാഞ്ചൈസികൾ അദ്ദേഹത്തിന് കൂടുതൽ പണം ഓഫർ ചെയ്തിരുന്നു. 15 കോടിയൊക്കെ ഓഫർ ചെയ്തിരുന്നു, മുത്യാല പറയുകയാണ്. പക്ഷേ ഞാൻ ഈ കാര്യം അവനോട് പറഞ്ഞപ്പോൾ നിതീഷ് തിരിച്ചൊരു ചോദ്യം എന്നോട് പറഞ്ഞു, നമുക്കാരാണ് ജീവിതം തന്നത്? എവിടെ നിന്നാണ് നമുക്ക് ഈ പേര് ലഭിച്ചത്? ഞാൻ അവനോട് പറഞ്ഞു SRH എന്ന്. ദെൻ അവൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ പിന്നെ ഞാൻ എന്തിന് SRH വിടണം? ഞാൻ SRH മറ്റൊരു ഫ്രാഞ്ചൈസിക്ക് എനിക്ക് കൂടുതൽ പണം തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലീവ് ചെയ്താൽ, SRH വിട്ടുപോയാൽ ഞാൻ വീണ്ടും തെളിയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു തവണ പരാജയപ്പെട്ടാൽ പോലും അവരെന്നെ ബെഞ്ചിലിരുത്തും. പക്ഷേ SRH അങ്ങനെയല്ല. പുവർ പെർഫോമൻസ് വന്നിട്ടും അവരെന്നെ പിന്തുണക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. അവൻ്റെ ആ വാക്കുകൾക്ക് മുന്നിൽ ഞാൻ അവനെ എൻകറേജ് ചെയ്തു. അങ്ങനെ അവൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയും ചെയ്തു എന്നുകൂടി മുത്യാല പറയുന്നു. എന്തായാലും ഈ പിതാവിൻ്റെ കഥ, ഈ പിതാവിൻ്റെ സാക്രിഫൈസിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നമ്മൾ ഇന്ന് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കണ്ടത്. ആ സെഞ്ചുറിയോട് അടുക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ കൃത്യമായിട്ട് ക്യാമറാമാൻ ഒപ്പിയെടുത്ത് നമുക്ക് കാണിച്ചു തന്നില്ലേ? നമ്മളും ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു. സിറാജ് എങ്ങാനും ആ 3 ബോളുകൾ സർവൈവ് ചെയ്തില്ലെങ്കിൽ സെഞ്ചുറി അങ്ങ് പോകും. പക്ഷെ അത് പോകരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചു. ആ പിതാവിൻ്റെ മുഖം സന്തോഷാതിരേകത്താൽ പ്രസന്നമാവുന്നത് കാണാൻ വേണ്ടി അത് നമുക്ക് കാണാനും സാധിച്ചു. ഇങ്ങനെ സാക്രിഫൈസ് ചെയ്ത് വന്നതാണ്. സോ എല്ലാവരുടെ കഥയിലും ഒരു ഹീറോ ഉണ്ടാകും. അതൊരു പക്ഷേ സിനിമാ താരമൊക്കെ ആവും. പക്ഷേ നിതീഷിൻ്റെ കഥയിലെ ഹീറോ അതവൻ്റെ പിതാവാണ്, മുത്യാല റെഡ്ഡിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.